ആദ്യം ഒരു ക്യാവിറ്റി ആയിട്ടാണോ തുടങ്ങുക, അതോ ചെറിയ സ്പോട്ടായിട്ടാണോ തുടങ്ങുക? പല്ലിൻ്റെ കേട് പാൽപ്പല്ലിനാണെങ്കിൽ ഇനീഷ്യലി നമുക്ക് വരുന്നത് ഒരു വൈറ്റ് സ്പോട്ട് ലീഷനാണ്. പല്ലിൻ്റെ കളർ കുറച്ചൊരു ട്രാൻസ്പാരൻറ്റ് പോലെ, കട്ടി കുറഞ്ഞ പോലെ തോന്നും. അപ്പം ആ സമയത്ത് നമ്മളത് ശ്രദ്ധിക്കണം എന്നില്ല. ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അതേപോലെ പാലൊക്കെ കുടിച്ച് ഈ വൈറ്റ് സ്പോട്ട് ലീഷൻ പതുക്കെ ബ്രൗൺ കളർ ലീഷനാവും. നമ്മൾ പല്ലിൻ്റെ പാളി കുറച്ച് കട്ടി കുറഞ്ഞ പോലെ ചെറിയ ഗട്ടർ പോലെയൊക്കെ ഫോം ചെയ്യും. ആ സമയത്ത് നമ്മൾ നെഗ്ലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ബ്രൗൺ സ്പോട്ട് ലീഷൻ്റെ അവിടെ വെച്ചിട്ട് പല്ല് പൊട്ടിപ്പോവും. നമ്മുടെ നാട്ടിൽ മിക്കവാറും കുട്ടികൾക്ക് ഫ്രണ്ടിലുള്ള പല്ല് 4 കൂടെ പൊട്ടിയിട്ട് വരുന്നത്. സോ ഈ സമയത്ത് പല്ലിൻ്റെ കേട് ഉള്ളിലേക്ക് എത്തുകയും വേദനയോ അല്ലെങ്കിൽ വീക്കോ ആയിട്ട് വരികയും ചെയ്യും. പിന്നെ നമുക്ക് ഫില്ലിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡോക്ടർ ഇത് പറയുമ്പോഴും പല പാരൻസും ആലോചിക്കുന്നത് എന്തായാലും ഇത് പൊഴിഞ്ഞു പോകേണ്ട പല്ലാണ്, അപ്പോൾ ഇതിനിപ്പോൾ ഫില്ല് ചെയ്യേണ്ട കാര്യമൊക്കെ ഉണ്ടോ എന്നുള്ളതാണ്. അതിനെന്താണ് ശരിക്കും മറുപടി? പുതിയ പല്ല് വരുന്നത് വരെ പാൽപ്പല്ല് റീറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള സംഗതിയാണ്. നമ്മളൊരു പാൽപ്പല്ല് പോയി കഴിഞ്ഞാൽ അവിടെ സ്ഥലം കുറയുക എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഒന്ന് അവിടെ ചവയ്ക്കുന്ന ഫംഗ്ഷൻ നടക്കില്ല. പല്ല് നിൽക്കുന്നത് ചവയ്ക്കുന്ന ഫംഗ്ഷന് വേണ്ടിയിട്ടല്ലേ. ചവയ്ക്കുക എന്നുള്ളൊരു പ്രക്രിയ പിന്നെ അവിടെ നടക്കില്ല. പല്ലിൻ്റെ എണ്ണം കുറയും. ഉള്ള പല്ലിലേക്ക് കൂടുതൽ ഫോഴ്സ് വരിക ചെയ്യുന്നത്. നമുക്ക് 4 പല്ല് ചെയ്യേണ്ട പണി 3 ആളാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ ഫോഴ്സ് കൂടും. പിന്നെ ആ സ്ഥലം അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നില്ല. നമ്മൾ പുറകിലെ പല്ലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത പല്ല് അങ്ങോട്ട് നീങ്ങിപ്പോവും, സ്പേസ് കുറയും. പുതിയ പല്ല് വരുന്ന സമയത്ത് ആവശ്യത്തിന് സ്ഥലം ഉണ്ടാവില്ല, പല്ല് നേരെ തെറ്റി വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ പുതിയ പല്ല് ഏത് സമയത്താണോ വരുന്നത് അതുവരെ പാൽപ്പല്ല് റീറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്.